നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി ജയിലിൽ നിന്ന് ചെയ്ത ഫോൺ കോളും അയച്ച കത്തുമാണ് ദിലീപിനെ കേസിൽ പ്രതി ചേർക്കാൻ ഇടയാക്കിയത്. പ്രതി ഭീഷണിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് ദിലീപ് നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നപ്പോഴാണ് ജയിലിൽ നിന്ന് പോലീസിന് മറ്റു വിവരങ്ങൾ ലഭിച്ചത്. ഈ അന്വേഷണത്തിനിടെയാണ് ദിലീപ് അറസ്റ്റിലായത്. പൾസർ സുനിയുമായി തനിക്ക് ബന്ധമില്ല എന്ന് കാവ്യ വ്യക്തമാക്കിയിരുന്നു. പൾസർ സുനി നാദിർഷയെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പുണ്ണിയെയും വിളിച്ചിരുന്നു. നാദിർഷയെ സുനി എന്തിന് വിളിക്കണം? ഈ കോളുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപ് എന്തിന് പരാതി നൽകിയെന്ന് അതിജീവിതയുടെ അഭിഭാഷക TB മിനി ചോദിക്കുന്നു. പണം തട്ടാനാണ് എന്ന് വിചാരിച്ചാൽ തന്നെ ദിലീപിനേക്കാളും നാദിർഷയേക്കാളും പണമുള്ളവർ ഇവിടെ ഇല്ലേ? വല്ലവർക്കും വന്ന കോളിന് ദിലീപ് പരാതി നൽകേണ്ട ആവശ്യമുണ്ടോ എന്നും സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ TB മിനി ചോദിച്ചു. 2 കത്താണ് ജയിലിൽ നിന്ന് വന്നത്. ഒന്ന് വിപിൻലാൽ എഴുതിയതാണ്. ഇയാൾ കേസിൽ സാക്ഷിയായിരുന്നു. എന്നാൽ മറ്റൊരു കേസിൽ പ്രതിയായ വിപിൻലാലിനെ കോടതി വിശ്വാസത്തിലെടുത്തില്ല. വിപിൻലാൽ കാസർകോട്ടുകാരനാണ്. ദരിദ്ര കുടുംബത്തിൽ നിന്ന് പഠിച്ച് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വ്യക്തിയാണ് എന്ന് TB മിനി വിശദീകരിച്ചു. അന്ന് KSU നേതാവായിരുന്നു. ഇപ്പോൾ DYFI നേതാവാണ്. ചെക്ക് കേസിൽ പ്രതിയായിട്ടാണ് വിപിൻലാൽ ജയിലിലെത്തിയത്. നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തിയാണ്. കാക്കനാട് ജയിലിൽ വിപിൻലാലിന് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് മജിസ്ട്രേറ്റ് ആണ്. ഇപ്പോൾ LLB പൂർത്തിയാക്കി PhD ചെയ്യുകയാണ്. ഈ വ്യക്തിയെയാണ് കോടതി അവിശ്വസിച്ചതെന്ന് TB മിനു പറയുന്നു. സുനി പറഞ്ഞിട്ടാണ് വിപിൻലാൽ കത്തെഴുതിയത്. താൻ എഴുതിയതാണ് എന്ന് വിപിൻലാൽ കോടതിയിൽ മൊഴി കൊടുത്തു. ബന്ധപ്പെട്ട തെളിവ് പോലീസിന് CCTV വഴി ലഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കത്ത് സുനി തന്നെ എഴുതിയതാണ്. സുനിയുടെ നല്ല കൈയക്ഷരം കോടതിക്ക് സംശയത്തിനിടയാക്കി. കൈയക്ഷര വിദഗ്ധർ പരിശോധിച്ചപ്പോൾ സുനി തന്നെയാണ് എഴുതിയതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തുവെന്നും TB മിനി അഭിമുഖത്തിൽ പറയുന്നു. വിചാരണ കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും. സർക്കാർ അതിന് അനുമതി നൽകി കഴിഞ്ഞു. അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. അതിജീവിതയും മുഖ്യമന്ത്രിയും അടുത്തിടെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനിടെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിടുമെന്ന് വിധി വരും മുമ്പേ ഒരു ഊമക്കത്ത് വന്നതും വിവാദമായിട്ടുണ്ട്. ഇക്കാര്യം ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേനായി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് പോലീസ് മേധാവിയെ ധരിപ്പിച്ചു. പ്രസിഡന്റ് K അജിത രാഷ്ട്രപതിക്ക് അയച്ച കത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വിധി വരും മുമ്പേ വിധിയിലെ കാര്യങ്ങൾ ചോർന്നോ എന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്.